Assalamualaikum, welcome back to my channel. My name is Aisha. അപ്പോൾ ഹലോ മൈ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് SM സ്ട്രീറ്റിലാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. ഇപ്പോഴാണ് തട്ടിക്കൂട്ടി എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആകെ 3-4 സാധനം വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ വൈകുന്നേരം വരെ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ കഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പോയത് ഫാമിലി മോളിലാണ്. എൻ്റെ വീഡിയോ കാണാൻ 2-3 ആൾക്കാർക്കെങ്കിലും അറിയാം. മിക്കപ്പോഴും ഞാൻ പോകുന്ന ഒരു സ്ഥലം ഫാമിലി മോൾ തന്നെ. ഇത് തുടങ്ങിയ മുതൽ ഞാൻ അവിടെ തന്നെ കേട്ടോ. കുറച്ച് ഷർട്ട്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിൽ പിങ്ക് ഷർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കിയൊന്നും എനിക്ക് ലെങ്ത്ത് അങ്ങോട്ട് ഒത്തു വന്നില്ല. ഇതൊരു മഞ്ഞ കളർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തീരെ എന്തില്ല ലെങ്ത്തും ഇല്ല. അത് പിന്നെ അങ്ങനെ തന്നെ ഞാൻ എവിടെ പോയാലും എനിക്ക് തന്നെ എപ്പോഴും കിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ഇങ്ങനെ തിളങ്ങുന്ന കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നെരിച്ചായി പേസ്റ്റൽ കളേഴ്സിനൊന്നും വലിയൊരു ലൈക്ക് ഇല്ല കേട്ടോ. അങ്ങനെ ഷർട്ടൊക്കെ സെലക്ട് ചെയ്ത ശേഷം ഞാൻ വീണ്ടും ഒരു ഷോൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്തപ്പം ഓളും എടുക്കണം തന്നെ. അപ്പം പിന്നെ എനിക്ക് എടുക്കാനുള്ള അങ്ങോട്ട് കൂടി എൻ്റെ ഡ്രസ്സ് അടിപൊളി ആയതുകൊണ്ടാണല്ലോ ഓക്കും അത് ഇഷ്ടമായതെന്ന്. അത് കഴിഞ്ഞ് എനിക്ക് ചെരുപ്പും കൂടി എടുക്കാണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നാട്ടിൽ ട്രെൻഡായി പോണത് ഈ ഒരു ചെരുപ്പാണ്, ഇങ്ങനത്തെ ചെരുപ്പ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് ഞാൻ ഒരു മഞ്ഞ ചെരുപ്പാണ് നോക്കിയത്, അത് കിട്ടിയില്ല. അവസാനം ഞാൻ ഈ ഒരു ചെരുപ്പ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മോക്കും 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ മാച്ച് ആക്കിയിട്ട് കുറച്ച് ക്ലിപ്പ് വേണമായിരുന്നു. പിന്നെ നമുക്ക് സാധാ യൂസ് ചെയ്യാൻ ഇൻ്റെ പോലത്തെ ചെരുപ്പ് നോക്കിയെങ്കിലും തൽക്കാലം എനിക്ക് ഈ ചെരുപ്പാണ് കിട്ടിയത്. അങ്ങനെ അവിടെ നിന്ന് ബില്ലും അടച്ച് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് നീങ്ങി. പിന്നെ നമ്മൾ പോയത് കഷ്കയിലേക്ക് കേട്ടോ. കുറച്ച് ജീൻസൊക്കെ നോക്കാനുണ്ടായിരുന്നു. നോക്കാൽ തന്നെ ഉള്ളൂ കേട്ടോ, അങ്ങോട്ട് ഒത്തു വന്നില്ല, അതുകൊണ്ട് എടുത്തിട്ടൊന്നുമില്ല. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നെരിച്ച കളേഴ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് ഭയങ്കര നല്ല അടിപൊളി കളേഴ്സൊക്കെ വേണം. പിന്നെ അവിടെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ നമ്മൾ KBCയിലേക്കാട്ടോ പോയത്, കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ. നമ്മളവിടെ പോയപ്പോൾ ലോകത്തെ ആൾക്കാർ മുഴുവൻ അവിടെ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ ഞാനും ഓളും മാത്രമുള്ളതുകൊണ്ടെങ്കിലൊക്കെ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് ബീഫ് ബിരിയാണിയേനും. സൂപ്പറായിട്ട് ബീഫ് ബിരിയാണി. ഇങ്ങനെ ഇളയ ഇറച്ചി ഇങ്ങനെ തിടുമ്പോത്തിന് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര വായിൽ വെള്ളമുണ്ട്. അവിടുന്ന് പിന്നെ ഒരു മിൻലൈമും കൂടി നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളടുത്ത് തന്നെ ഒരു ഫാമിലിയും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓവറാക്കാൻ നിന്നില്ല. ഉള്ള ഫുഡ് വേഗം കാണിച്ച് അല്ലാ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. എനിക്ക് റഹ്മത്തിൽ ബിരിയാണി ഇഷ്ടമായി. പിന്നെ നമ്മളെ എനിക്കൊരു KBCയിലെ ബിരിയാണി ഇഷ്ടമായി. പിന്നെ കൊയ്ക്കാവ ബിരിയാണി തിന്ന് നമുക്കൊരു ഉറക്ക ക്ഷീണം ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫോക്കസ് മോളിലേക്ക് കേട്ടോ. നിങ്ങൾ നോക്കണം, ഫോക്കസിൽ മാക്സിൽ എന്തോ സെയിൽ നടക്കുന്നുണ്ടെന്ന് ആരോ എവിടുന്നോ പറഞ്ഞ് ആ ഒരു കേട്ട അറിവിലാണ് നമ്മൾ പോയിട്ടുള്ളത്. 999, 199, 499, 499 ഫുള്ള് ഓഫർ തന്നെ. പിന്നെ അധികം ചെറിയ സൈസിലാട്ടോ മക്കൾക്കുള്ളത്. എൻ്റെ മോൾക്ക് ഇങ്ങനെ അധികം സാധനമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും വെറുതെ ക്യാരി ബാഗ് നോക്കി നടന്നിട്ടുണ്ടായിരുന്നു. കുട്ടി സാധനങ്ങളാണ് കുറേ ഉണ്ടായിരുന്നു. സ്കേർട്ട്, ട്രൗസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ പോയപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കിയത് മിറർ സെൽഫി എടുക്കാനുള്ള മിററാണ് കേട്ടോ. കുറേ നേരം അലിഞ്ഞ് തിരിഞ്ഞിട്ടാണ് ആ ഒരു മിറർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷനിലൊക്കെ പോയപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ തന്നെ കേട്ടോ. അതാ ഞാൻ പറഞ്ഞ നേരത്തെ അഫി ഇവിടുന്ന് ആ ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്കൂൾ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചിനെ ഒന്ന് വിളിച്ചു, എൻ്റെ മോൾ എന്താക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അപ്പ എന്നോടും അല്ല മോളെ ഈ രാവിലെ ഇവിടുന്ന് പോയതല്ലേ, ഞാൻ വേഗം ഫോൺ കട്ടാക്കി. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ അടി വാങ്ങിയതേനു അത് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. മാക്സി പോയിട്ട് ആ ബാഗ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് സെറിയിലേക്ക് തന്നെ. അവിടുന്ന് ഒരു പെർഫ്യൂമിൻ്റെ സാധനം ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡല്ല, മധുരം കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ ഫ്രൂട്ട് സലാഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട് സലാഡല്ല, ഫലൂദ, സോറി ഗൈസ്. ഒരു പിസ്ത ഒരു ഐസ്ക്രീം വരുന്ന ടൈപ്പുള്ളത് ഫലൂദാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടേസ്റ്റ് ഉണ്ടാവില്ല വെച്ചിട്ട് ഒന്ന് ഓർഡർ ചെയ്തത്. തിന്നപ്പോൾ അപാര ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ എനിക്ക് മധുരത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഓള് തന്നതല്ലേ വെച്ച് കുറച്ച് കഴിച്ച്. പിന്നെ ഒരു KSRTC വെച്ച് പിടിച്ച് നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ ബാക്കി നാളെ ബൈ.